അസ്സലാമലൈക്കും. ഹായ് മക്കളെ, അസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളെ മൂന്നാം ഭാഗമാണ് ലുലു മാളിൽ പോയത്. കുറച്ചേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. ഫുള്ളായിട്ട് കാണണേ. ഞങ്ങളിതാ ഇറങ്ങാൻ പോവുകയാണ്. ഇതിൻ്റെ തൊട്ട മുന്നിലുണ്ട് ഒരു മന്തിക്കട. എന്ത് മന്തിൻ്റെ പേരെന്താ അടി ആ കടൻ്റെ? നമ്മൾ ഭീമനാമൻ്റെ പേരിൻ്റെ അടുത്തുള്ള പേരിൽ കാട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്ത് ഇനി മക്കളൊക്കെ അങ്ങനെ അവരൊക്കെ വിളിക്കാൻ വേണ്ടി തന്നെ നമ്മൾ തിരഞ്ഞ് കുട്ടികളെയും കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് പിള്ളേരൊക്കെ കൂട്ടി ഇങ്ങനെ ഇപ്പോൾ ഇറങ്ങും ഞങ്ങൾ. വേറെ എന്താ വിശേഷം? എന്താണ്? വേറെ സുഖമാണോ? സുഖമായിരിക്കട്ടെ. ഗൾഫ് എന്താണ് മോഡൽ ദുബായ് എന്തോ പേരാണ്. അതിന് പാത്തെന്തോ പെറുപുറത്ത് ചോദിക്കാട്ടോ എന്നോട്. അപ്പോൾ ഓളോടുള്ള സംസാരത്തിലായിപ്പോയി ഞാൻ. ഇതൊക്കെ പിള്ളേർ കളിക്കുന്ന സ്ഥലം കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട്. കഥ പാത്ത് അതാ വണ്ടീൻ്റെ മുകളിൽ കയറി. അങ്ങനെ ലുലു മാൾ ഞങ്ങൾ ഇറങ്ങിയതാ. ഇവിടുത്തെ ഹോട്ടലിലെത്തി. ഹോട്ടൽ അറേബ്യൻ മന്തി എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്ക്. ഭക്ഷണമൊന്നും അവിടുന്ന് വാങ്ങിക്കൊടുത്താലും മുതലാവില്ല മക്കൾക്ക്. അപ്പോൾ ഒരു ഐഡിയ എടുത്ത് നമ്മൾ അതിൻ്റെ തൊട്ട മുന്നിൽ തന്നെ മന്തിക്കട ഉണ്ടല്ലോ, അവിടെ പോയി കണ്ടിട്ട് പേരാണിത് അറേബ്യൻ ഹോട്ടൽ. കണ്ട എല്ലാവർക്കും നല്ല രുചിയുള്ള മന്തിയാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ഞങ്ങൾ 1-2 പ്രാവശ്യം ഇവിടെ വന്ന് തിന്നിരുന്ന്. അപ്പം അങ്ങനെ കുട്ടികളെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് മന്തി വാങ്ങി കഴിക്കാൻ വിചാരിച്ചു. വേറെന്താണ്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ ആൾക്കാരെയൊക്കെ ഒന്ന് കാണണം വിചാരിക്കുന്നു. ഞാൻ ഇന്നത്തെ ദിവസം കുറേ യൂട്യൂബർമാർ എല്ലാവരും വിളിച്ചു നോക്കി. ഇനി ആർക്ക് കിട്ടിയില്ല, എല്ലാവർക്കും അന്ന് ബിസിയാണെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ അനിയത്തി ഏതായാലും പറഞ്ഞു നമുക്ക് പോവുക, ഏതായാലും വന്നതല്ലേ നമുക്ക് പോവാന്ന്. അങ്ങനെ വന്ന് ഹോട്ടലിൽ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ഒരു രസമാണല്ലോ അല്ലേ? പക്ഷേ എനിക്ക് പോകാനും വരാനും മടിയെന്ന് മാത്രം. അല്ലെങ്കിൽ എല്ലാവരും കൂടി എല്ലാവരും ചേർന്ന് ഭക്ഷണമൊക്കെ ഒപ്പരം ഇരുന്ന് കഴിച്ച് അതൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ വേറെന്താ മക്കളെ വിശേഷം? സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും സുഖവും സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നമ്മളെ പാത്തൊക്കെ അതാ മക്കളെ കാത്തിരുന്ന് ഹോട്ടലിൽ വന്നാൽ പെട്ടെന്നൊന്നും കിട്ടൂലല്ലോ അല്ലേ? കുറേ നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നേ. ഞാൻ കുറേ വെട്ടിക്കളഞ്ഞതാണ്. ഇപ്പം അതൊക്കെ ഇതാ മന്തി കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ബീഫ് മന്തി കേട്ടോ. അത് ബീഫ് മന്തിയും വാങ്ങി, ചിക്കൻ മന്തിയും വാങ്ങി. ബീഫ് വെച്ചാൽ എൻ്റെ മരുമോന് ബീഫേ കൂട്ടുള്ളൂ, കോഴി കൂട്ടില്ല. അപ്പം എൻ്റെ മരുമോനക്കും വേണ്ടി വാങ്ങിയതാണ്. മരുമോൻ അപ്പുറത്ത് ലാസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കോഴി വാങ്ങി. എൻ്റെ പ്ലേറ്റ് കാണുന്നത് ബീഫാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. എനിക്ക് കോഴിനെക്കാട്ടും ഇഷ്ടം ബീഫാണ്. ബീഫാണെന്ന് വെച്ചാൽ അധികം തിന്നാൻ പറ്റുകയില്ല. അങ്ങനെ ഇപ്പോൾ കണ്ടുകൊണ്ട് കൊതി വെച്ചിട്ട് പിന്നാലും ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റിലുള്ള കോഴി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ബീഫ് ഞാൻ വാങ്ങി. ചോറിൻ്റെ കേട്ടോ. കോഴി കൂട്ടില്ല എന്നല്ല, കോഴിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കോഴിനെക്കാട്ടും ഇഷ്ടം ബീഫാണ്. നല്ല രുചിയുള്ള മന്തി കേട്ടോ. അടിപൊളി മന്തിയാണ്. ഇവർ ഹോട്ടലിൽ പാട്ടിട്ടിട്ടുണ്ട്. ആ പാട്ടിക്ക് വരുമ്പോൾ കോപ്പിറൈറ്റ് വരുമല്ലോ. ആ കാരണം കൊണ്ട് ഞാൻ ഇത് രണ്ടാം വോയിസ് ഓവർ ചെയ്യാണ്. എൻ്റെ അനിയത്തി കേട്ടോ ഇരിക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ അനിയത്തിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേ അനിയത്തിമാരൊക്കെ എല്ലാം കൂടിയതിലൊക്കെ വേറെ ഓരോരോ ഇതിലുണ്ട്. ഈ അനിയത്തിനായിട്ടാണ് എപ്പോഴും പോക്കും വരവും ഇവിടെങ്ങും പോകുമ്പോഴൊക്കെ ഇവളാണ് ഉണ്ടാവുക. ഇവളാണ് രസം കൂടെ എൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇവിടേക്ക് പോകാനും വരാനും സുഖമാണ്. ബാക്കി എല്ലാവരും കുറച്ച് ദൂരത്താണ്. അതിനെക്കൊണ്ട് ഓരോരുത്ത് പോകാനും വരാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.